മുന്നോട്ട് പോകാം. യെസ്, ഓക്കെ. അടുത്ത ഒരു ഉപാഖ്യാനത്തിലേക്കാണ്. കഴിഞ്ഞത് ഭൃംഗീശോപാഖ്യാനം അല്ലെ, അതാണ് നമ്മൾ കണ്ടത്. അതില് ഭൃംഗീശന് കൊടുത്ത ഉപദേശം ഇതാണ്: നീ മഹാകർത്താവൂ, അഹങ്കാരത്തെ ഇല്ലാതാക്കാനായിട്ട് അല്ലെ. മഹാകർത്താവും മഹാഭോക്താവും മഹാത്യാഗിയുമാണെങ്കിൽ നിനക്ക് അഹങ്കാരത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ സാധിക്കും, ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഉപദേശിച്ചത്. അടുത്താണ് ഇക്ഷ്വാകു ഉപാഖ്യാനം. ഇക്ഷ്വാകു എന്ന രാജാവിനെ കുറിച്ചുള്ള കഥയാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതില് വസിഷ്ഠ മഹർഷി രാമനോട് പറയാണ്. അപ്പൊ ഈ ഇക്ഷ്വാകു എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം വളരെ പ്രഭാവശാലിയായിരുന്നു. അദ്ദേഹം ശ്രീരാമന്റെ അതേ വംശത്തിലുള്ള ഒരു രാജാവായിരുന്നു. ശ്രീരാമന്റെ അതേ കുലത്തിൽ, അതേ വംശത്തിലുള്ള ഒരു രാജാവായിരുന്നു ഇക്ഷ്വാകു. ഈ ഇക്ഷ്വാകു മഹാരാജാവ് അദ്ദേഹത്തിന് എങ്ങനെയാണ് മോക്ഷം കിട്ടിയത്, അദ്ദേഹം എങ്ങനെയാണ് ജ്ഞാനിയായത്, അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ ശ്രദ്ധ വെച്ച് കേൾക്കണം എന്ന് ശ്രീരാമനോട് വസിഷ്ഠ മഹർഷി പറയാം. അപ്പൊ ഇക്ഷ്വാകുവിനെ പോലെ, ഇക്ഷ്വാകു മുക്തനായ പോലെ, ഈ വെറും മിഥ്യയായിരിക്കുന്ന, യഥാർത്ഥത്തിൽ ഇല്ലാത്ത, പരമാർത്ഥമല്ലാത്ത ഈ സംസാരത്തിൽ ഓരോ കാര്യങ്ങളിൽ നിന്ന് നീ വിട്ടുപോരണം എന്ന് പറയാം. നീ ഇതിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്ത് നീ സ്വന്തം സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ, എന്നിട്ട് സുഖം അനുഭവിക്കൂ, ചാരിതാർത്ഥ്യം അനുഭവിക്കൂ എന്നൊക്കെ വസിഷ്ഠ മഹർഷി പറയാം. ഇക്ഷ്വാകു അങ്ങനെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ മിഥ്യയാണ്, ഈ സംസാര അനുഭവങ്ങൾ ഇത് മുഴുവൻ മിഥ്യയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നീ നിവർത്തിക്കണം, അതിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന സ്വന്തം സ്വരൂപത്തിൽ, അവനവനിൽ തന്നിൽ തന്നെ വിശ്രമിക്കൂ, തന്നിൽ തന്നെ സുഖമായിരിക്കൂ, ചാരിതാർത്ഥ്യം അനുഭവിക്കൂ എന്ന് പറയണം, ശ്രീരാമനോട് പറയണം വസിഷ്ഠ മഹർഷി. അപ്പൊ ഇക്ഷ്വാകു മഹാരാജാവ് അദ്ദേഹത്തിന്റെ കീർത്തി ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് കേൾക്കാനിടയായി എന്നാണ് പറയുന്നത്. അത്രയും കീർത്തിമാനായ രാജാവായിരുന്നു ഇക്ഷ്വാകു. എല്ലാ സൗകര്യങ്ങളും, രാജാവാണല്ലോ, രാജാവാകുമ്പോൾ കൊട്ടാരത്തിൽ എല്ലാ വിധത്തിലുള്ള സുഖസൗകര്യങ്ങളും ഉണ്ടാവും, ലൗകികമായിട്ടുള്ള എല്ലാ സുഖസൗകര്യങ്ങളും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് പേരും പ്രശസ്തിയുമുണ്ട്, സമ്പത്തും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷെ എന്നാലും ഇതൊക്കെ ഉണ്ടായിട്ടും, ഭൗതികമായിട്ടുള്ള എല്ലാ സമ്പത്തും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ കാലം കൊണ്ട് അദ്ദേഹത്തിന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാതായി. ഇതാണ് സുഹൃതം എന്ന് പറയുന്നത്. അല്ലെ, നമ്മളിൽ ആ പുണ്യം വർദ്ധിക്കുക, സുഹൃതം വർദ്ധിക്കുമ്പോഴാണ് ഇതിനോടൊക്കെ ഒരു വൈരാഗ്യം, ഒരു വിരക്തി ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് കാലം കൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിലൊന്നും വലിയ ലോകത്തിൽ തന്നെ ഒരു താല്പര്യമില്ലാണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, വിചാരം ചെയ്യാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണ് അദ്ദേഹം വിചാരം ചെയ്തത്, അദ്ദേഹം ചിന്തിച്ചതാണ്? ഒന്ന്, ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എവിടുന്ന് ഉണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ആലോചിക്കണം. ഈ ലോകം എവിടുന്ന് ഉണ്ടായത്, ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം ആലോചിക്കണം. ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബുദ്ധിമുട്ടായിരിക്കും, അല്ല, അപൂർവമായിരിക്കും. ഇത് എവിടുന്നുണ്ടായി, ഈ ലോകം എവിടുന്നുണ്ടായി നമ്മൾ ആലോചിക്കുമോ? വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഇതിങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ അതിലാണ് ജീവിക്കും. കാരണം സാധാരണ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വിചാരം ഉള്ളിൽ ഉണർന്നു വന്നു. എന്താണ്, എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, എന്തിനെ ആശ്രയിച്ചാണ് ഈ ലോകം നിലനിൽക്കുന്നത്, ലോകം നിലനിൽക്കുന്നുണ്ട്, എവിടെയാണ് ഇത് നിലനിൽക്കുന്നത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതിന്റെ അടിസ്ഥാനം എന്താണ്, അത് എന്തിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഈ ലോകം, അദ്ദേഹം ചിന്തിക്കുകയാണ്. അതേപോലെ ഈ ജീവിതത്തില് എന്താണ് ശരിക്കും നേടേണ്ടത്. ആളുകൾ ഒരുപാട് കാര്യങ്ങളുടെ പുറകിൽ പോകുന്നുണ്ട്, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ ശരിക്കും അങ്ങനെയൊക്കെ ഓടി നടന്നിട്ട് നേടിയിട്ടും ഒന്നും ആളുകൾക്ക് തൃപ്തി വരുന്നില്ല. അപ്പൊ ഇദ്ദേഹം ആലോചിക്കുന്നത്, ശരിക്കും ജീവിതത്തിൽ എന്താണ് നമ്മൾ നേടേണ്ടത്, അതുപോലെ ഞാൻ എന്ന് പറയുന്ന ആരാണ്, വാസ്തവത്തിൽ ഞാൻ ആരാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അപ്പോ ചുറ്റുമുള്ള പലതിന്റെയും പിന്നാലെ ഓടുന്നു, സ്വന്തമാക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആളുകൾ, ആഗ്രഹങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടൊന്നും തൃപ്തിയാവുന്നില്ല. അപ്പോ എന്ത് കിട്ടിയാലാണ് ആ പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി അനുഭവിക്കാനായിട്ട് സാധിക്കുക? ഈ രീതിയിൽ ഇക്ഷ്വാകു രാജാവ് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം വളരെയധികം ചിന്തിച്ചു, വിചാരം ചെയ്തു. അദ്ദേഹത്തിന്
എവിടെ എത്താൻ പറ്റിയില്ല, ഒരു തീരുമാനത്തിലെത്തിയില്ല. ഇതിനൊന്നും മറുപടി കിട്ടിയില്ല അദ്ദേഹത്തിന്. എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മനുവിനെ കാണുന്നത്. മന്വന്തരം എന്നൊക്കെ കേട്ടില്ലേ? മനുവിനെ കാണും. സത്യലോകത്തിൽ നിന്ന് തിരിച്ചു വരുന്ന മനുവിനെ കാണുക. അപ്പൊ മനുവിനെ കണ്ടപ്പോ ഇക്ഷ്വാകു തന്റെ സംശയങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ഈ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ മനു ഇക്ഷ്വാകുവിന് തത്വോപദേശം ചെയ്യാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇക്ഷ്വാകു രാജാവിനോട് പറയാണ്, ശ്രദ്ധ വെച്ച് കേൾക്കണം. ഈ കാണപ്പെടുന്ന ഈ ലോകമുണ്ടല്ലോ, അപ്പൊ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അതില്ലാത്തതാണ് എന്ന് പറയാം. അപ്പൊ നീ സത്യമാണെന്ന് ധരിച്ച് കാണുന്നുണ്ട് ഇവിടെ പല കാര്യങ്ങൾ, ഈ ലോകത്തിൽ തന്നെ നീ കാണുന്നു. പക്ഷെ അത് മൃഗതൃഷ്ണ പോലെയാണ്. മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ മരുമരീചിക, മരുഭൂമിയില് കനൽ ജലം, വെള്ളമുണ്ടെന്ന് തോന്നുന്നു. അതാണ് മൃഗതൃഷ്ണ എന്നാണ് ഞാൻ പറയുന്നത്. മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് തോന്നും, തടാകമുണ്ടെന്ന് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ല. അതുപോലെ ഗന്ധർവ നഗരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ട്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. അതൊരു പേര് മാത്രമേ ഉള്ളൂ, ഒരു സങ്കല്പം മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെ ഈ കാണപ്പെടുന്ന ലോകം പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്ന് പറയും. പക്ഷെ ആളുകളൊക്കെ, എല്ലാവരും, ഭൂരിഭാഗം ആളുകളും ഇല്ലാത്തതായ ഈ ലോകത്തില് യഥാർത്ഥത്തിൽ ഇല്ല, പക്ഷെ ഉണ്ടെന്ന് തോന്നല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഉണ്ടെന്നുള്ള തോന്നൽ, ആ ഒരു ഭ്രമത്തില് അതിൽ കുടുങ്ങി സത്യത്തിൽ നിന്ന്, പരമാർത്ഥത്തിൽ നിന്ന് അകന്നുപോയി. എന്നിട്ട് സത്യം എന്താണെന്ന് അറിയാൻ പോലും കഴിവില്ലാത്തവരായി തീർന്നിരിക്കുന്ന ആളുകളൊക്കെ എല്ലാവരും എന്ന് പറയാം. കാരണം ഇത് വെറും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്, പക്ഷെ ഇതാണ് സത്യം, ഇതുള്ളതാണെന്ന് ഭ്രമിച്ച് ഇതിൽ കുടുങ്ങി സത്യത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ആളുകളൊക്കെ. അപ്പൊ അവർക്കിത് അറിയാൻ പറ്റുന്നില്ല, സത്യം അറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ ദൃശ്യപ്രപഞ്ചം നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാണുന്നുണ്ട്, ദൃശ്യമുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു ഭ്രമം എന്ന് പറയുന്നത് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വെള്ളം തന്നെയാണ് അലകളായി മാറുന്നു, തടാകത്തിൽ അലകളായി, അല്ലെങ്കിൽ സമുദ്രത്തിൽ തിരമാലകളായി മാറുന്നു, വെള്ളം തന്നെയാണ്. അതുപോലെ കുമിളകളായി മാറുന്നതും വെള്ളം തന്നെയാണ്. അതേപോലെ ഈ ബ്രഹ്മം തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നത്, വേറൊന്നുമല്ല എന്ന് പറയും. ദൃശ്യപ്രപഞ്ചമായി കാണപ്പെടുന്നത് മുഴുവൻ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മമല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കാണാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മത്തിൽ തന്നെ വിക്ഷേപ ശക്തികളുണ്ട്. വിക്ഷേപ ശക്തി എന്ന് പറഞ്ഞാൽ വേറൊന്ന് ഉണ്ടാക്കി കാണിക്കാനുള്ള കഴിവ്. അപ്പൊ കയറിനെ പാമ്പായിട്ട് തോന്നുന്നത് വിക്ഷേപമാണ്, വിക്ഷേപ ശക്തിയാണ്. വിക്ഷേപശക്തി, ആവരണം, വിക്ഷേപം. ആവരണം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ ആവരണം ചെയ്യാം, മറയ്ക്കും. അപ്പൊ ഉള്ളതിനെ മറച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനത്ത് വേറൊന്ന് പ്രത്യക്ഷപ്പെടും, അത് വിക്ഷേപം. അതാണ് ആവരണം, വിക്ഷേപം. ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമായി അതിൽ ലയിച്ചു കിടക്കുന്ന വിക്ഷേപ ശക്തികൾ വികസിക്കുമ്പോഴാണ്, ഈ വിക്ഷേപ ശക്തി വികസിക്കുമ്പോഴാണ് ഇവിടെ പലതും ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നത്, പലതും ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നത് വിക്ഷേപ ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഈ വിക്ഷേപ ശക്തി വികസിക്കുമ്പോൾ അതിൽ ചിലത് ബ്രഹ്മാണ്ടങ്ങളായി തീരും, വേറെ ചിലത് പഞ്ചഭൂതങ്ങളായി മാറും, പിന്നെ അങ്ങനെ പല പദാർത്ഥങ്ങളായി മാറും. അതൊക്കെ വിക്ഷേപ ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഗന്ധർവ നഗരം, അത് എന്താണ്, അതൊരു പേര് മാത്രം, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമുള്ളതാണ്, യഥാർത്ഥത്തിൽ ഇല്ല എന്നർത്ഥം. ഈ മൃഗതൃഷ്ണ പോലെ, അത് കാണുമ്പോൾ ഉണ്ട് തോന്നും, പക്ഷെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ദർശനം മാത്രമാണ് അതിന്റെ സത്ത, അതിന്റെ ഉണ്മ എന്ന് പറയുന്നത് കാണാൻ മാത്രമാണ്, യഥാർത്ഥത്തിൽ ഇല്ല. കാണുന്നതിൽ തോന്നുന്നു, അത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിനും അത്രേ പ്രാധാന്യമുള്ളൂ എന്ന് പറയാം. അപ്പൊ ഇത്, ഈ പ്രപഞ്ചമുണ്ട് അല്ലെങ്കിൽ ഈ ലോകമുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാണുന്നു എന്നുള്ളൊരു ബോധം, ഒരു തോന്നൽ, അത് തന്നെയാണ് ഉണ്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ കാണുന്നു എന്നുള്ളൊരു അഭിമാനം, അത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കാണുന്നു എന്നുള്ള അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് അത് മാത്രമേ ഉള്ളൂ എന്നാണ്. അതേപോലെ തന്നെയാണ് സുഖം, ദുഃഖം എന്നൊക്കെ പറയുന്നത് തോന്നല് മാത്രമാണ്. പുണ്യം, പാപം, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ജനനം, മരണം, ബന്ധം, മോക്ഷം ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത്.
അപ്പൊ ഒരു തടാകത്തില്, ജലാശയത്തില് ജലം, വെള്ളം തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നത് പോലെ ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഉണ്മ, ആ സത്ത്, അത് തന്നെ പലതായിട്ട് കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇക്ഷ്വാകുവിന് കൊടുക്കുന്ന ഉപദേശമാണ്. വേറെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ ഒരൊറ്റ വസ്തു തന്നെ പലതായിട്ട് ഇവിടെ കാണപ്പെടുന്നു അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഈ ഒരു സത്യത്തെ അറിയണം, അത് ഉള്ളിൽ ഉറപ്പിക്കണം എന്ന് പറയുന്ന ഇക്ഷ്വാകുവിനോട് മനു. ഈ ഒരു പരമാർത്ഥത്തെ അറിയണം. എന്നിട്ട് എന്ത് വേണം? ഈ ദൃശ്യഭ്രമമുണ്ടല്ലോ, പലതുണ്ട്, പലത് കാണുന്നുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു ഭ്രമം, അതിനെ നീക്കം ചെയ്യും ഉള്ളിൽ നിന്ന്. എന്നിട്ട് എന്ത് വേണം? ഉള്ളത് മാത്രമായിരിക്കണം, സത്യം മാത്രമായിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തെ അറിയാൻ ശ്രമിക്കൂ എന്ന് പറയണം. എന്താണോ യഥാർത്ഥത്തിൽ ഉള്ളത് അതിനെ അറിയാനായിട്ട് ശ്രമിക്കൂ. അതിനെയാണ് നേടേണ്ടത് എന്ന് പറയണം. അപ്പോ അതിനെ അറിയാനുള്ള മാർഗം എന്താണ്? ബ്രഹ്മതത്വം അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് ഒന്ന് ശാസ്ത്രജ്ഞാനം, ശാസ്ത്രബോധം, പിന്നൊന്ന് ഗുരുപദേശം. ഇത് രണ്ടും നിർബന്ധമാണ്, അത് വേണം. പക്ഷെ അതുകൊണ്ട് മാത്രം ആ സത്യം പിടികിട്ടിക്കൊള്ളണമെന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മൾക്ക് അതൊക്കെ അല്ല, അത് രണ്ടും ഉണ്ട്. ശാസ്ത്രബോധമുണ്ട്, നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, നോളജ്. ഗുരുവിന്റെ ഉപദേശമുണ്ട്, നമുക്ക് വേണ്ടുപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് നമുക്ക് അതിനെ അറിയാൻ പറ്റിയിട്ടില്ല. ഇനി പറ്റിയിട്ടുണ്ട്, അത്ര പേർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. വെറുതെ കൈവന്നിക്കരുത്. അതിനെ അറിയാതെ പറഞ്ഞാൽ ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞവര് സ്വയമേവ ബ്രഹ്മം തന്നെയായി തീരും എന്നാണ് പറയുന്നത്. അപ്പൊ അതറിയാനായിട്ട് ഗുരുപദേശം വേണം, ശാസ്ത്രബോധം വേണം, അതൊക്കെ വേണം. പക്ഷേ ഒരാൾക്ക് ഇതിന്റെ അനുഭവം ഉണ്ടാവുന്നത്, ആ ബ്രഹ്മതത്വത്തെ ശരിക്കും അറിയുന്നത് തന്റെ പ്രയത്നം കൂടിയിട്ടാണ്. തന്റെ പ്രയത്നം വേണം, തന്റെ ബുദ്ധിശക്തിയും വേണം, തന്റെ പ്രയത്നം കൊണ്ടാണ് ഒരാൾക്ക് ഉണർവ് വരുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു കാര്യത്തിൽ ജയ് ഗുരുദേവ്, ഗുരുജി അനുഗ്രഹിക്കണം പറഞ്ഞാൽ നടക്കില്ല. നമ്മളുടെ എഫേർട്ട് കൂടെ വേണം, നമ്മളുടെ ഭാഗത്തൊരു പ്രയത്നം കൂടി വേണം, നമ്മളുടെ ബുദ്ധി ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം. അപ്പൊ ആ പ്രയത്നം കൊണ്ടാണ് ഒരാൾക്ക് ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുന്നത്. അപ്പൊ എന്ത് വേണം? എപ്പോഴും പ്രയത്നിച്ചു കൊണ്ടിരിക്കണം, അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ മുഴുകണം എന്നാണ് പറയുന്നത്. അപ്പോ ആ തത്വബോധം ഉണ്ടാവണം, ജ്ഞാനം, അറിവ് ഉണ്ടാവണം, സത്യം എന്താണെന്ന് അറിയണം എന്നുള്ള, അതറിയാനുള്ള ഒരു പ്രയത്നത്തില് ഏർപ്പെട്ടിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്കാണ് കാലം കൊണ്ട് ആ സത്യത്തിൽ ഒരു ഉറപ്പ് കിട്ടുള്ളൂ. വസ്തു എന്താണ്, സത്യം എന്താണെന്നുള്ളതിൽ അതിൽ സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാണ് ഇക്ഷ്വാകുവിനോട്. അപ്പൊ ഈ ദുഃഖം, ജീവിതത്തിലെ സംസാര ദുഃഖം അകറ്റാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് സത്യം എന്താണെന്ന് ബോധിക്കലാണ്, അത് തിരിച്ചറിയലാണ്, സത്യത്തെ അറിയലാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്താണ്, യഥാർത്ഥത്തിൽ ഉള്ളത്, ഇവിടെ ഉള്ളത് എന്താണ്, അതില് ആ ഉള്ളതിനോട് ചേർന്നിരിക്കുമ്പോഴാണ് ദുഃഖം ഇല്ലാതാവുള്ളൂ. ദുഃഖം നീക്കം ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം അത് തന്നെയാണ് എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോ അതിനെ അറിയാത്തത് കൊണ്ടാണ്, ആ വസ്തു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പലതിലും കുടുങ്ങിക്കിടക്കുന്നത്. ഈ ദൃശ്യഭ്രമത്തിൽ അത് സത്യമാണെന്ന് കരുതി പലതിലും കുടുങ്ങിക്കിടക്കുന്നത് ഉള്ള വസ്തുവിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ദുഃഖം മാറണില്ല. അപ്പൊ പലതിന്റെ പിന്നാലെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നതാണ് ദുഃഖം യഥാർത്ഥത്തിൽ. അപ്പൊ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അത് വസ്തു എന്താണോ, സത്യം എന്താണോ അതിന്റെ കൂടെ ഇരിക്കുക, അതുമായി ചേർന്നിരിക്കുക. മോക്ഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ന് പറയാം. അപ്പൊ ഗുരുവിന്റെ ഉപദേശം, അതുമാതിരി ശാസ്ത്രബോധം, അതൊക്കെ അതിനുള്ള ഓരോ മാർഗങ്ങളാണ്. പക്ഷെ അതിൽ ഉറപ്പ് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അതിനെ മനനം ചെയ്യണം, വിചാരം ചെയ്യണം, അവനവന്റെ ഭാഗത്തുനിന്നുള്ള പ്രയത്നം ഉണ്ടാവണം. അപ്പോഴേ ആ ഒരു സത്യത്തില് ഉറപ്പ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ വിചാരം ചെയ്യുന്നത് കൊണ്ട്, ആത്മവിചാരം ചെയ്യുന്നതുകൊണ്ട് വസ്തു എന്താണ്, സത്യം എന്താണെന്നുള്ള ബോധം ഉള്ളിൽ ഉണർന്നു വരും. ആത്മവിചാരം ചെയ്യുന്തോറും, വിചാരം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള പലതവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. അപ്പോ നിരന്തരമായിട്ടുള്ള വിചാരം കൊണ്ട് ആ സത്യം എന്താണെന്നുള്ള ഉള്ളിൽ ഉണർന്നു വരും, അത് ഉള്ളിൽ ഉറയ്ക്കാൻ തുടങ്ങും എന്ന് പറയാം. അപ്പൊ ആ സത്യബോധം ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ
രാഗദ്വേഷങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. രാഗദ്വേഷങ്ങൾ പറഞ്ഞാൽ രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, ദ്വേഷം എന്ന് പറഞ്ഞാൽ അവേർഷൻ. രണ്ടിൽ നിന്നും പുറത്തു കിടക്കണം. അപ്പോ വിചാരം ചെയ്യുന്തോറും, ആത്മവിചാരം ചെയ്യുന്തോറും ഉള്ളിൽ സത്യം എന്താണ് അതിനെക്കുറിച്ചുള്ള ബോധം ഉണർന്നു വരും. അത് ഉറയ്ക്കാൻ തുടങ്ങും. അപ്പോ പതുക്കെ പതുക്കെ രാഗദ്വേഷങ്ങള് മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നവരെയാണ്. കാരണം എന്തുകൊണ്ടാണ് രാഗദ്വേഷങ്ങൾ അപ്രത്യക്ഷമാവെന്ന് പറയാൻ കാരണം, ഈ രാഗദ്വേഷങ്ങൾ നീങ്ങിപ്പോവാതെ ഇന്ദ്രിയങ്ങളോടും അതേപോലെ ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള ആ അറ്റാച്ച്മെന്റ് പോവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രാഗദ്വേഷങ്ങളാണ് അതിനോടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ അതിൽ കുടുക്കി നിർത്തുന്നത്. രാഗമുണ്ടായാലും ദ്വേഷമുണ്ടായാലും അവിടെ ബോണ്ടേജ് ആണ്, അതിൽ കുടുങ്ങി കിടക്കുന്നവർ കുടുങ്ങിപ്പോകും. രണ്ടും പ്രശ്നമാണ് നമുക്ക്. അതിനോട് ഇഷ്ടം തോന്നിയാലും പ്രശ്നമാണ്, അവിടെ കുടുങ്ങി കിടക്കും. അതിനോട് വെറുപ്പ് തോന്നിയാലും കുടുങ്ങി കിടക്കും. രണ്ടും അപകടമാണ്. അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമുക്ക് ആരോടാണോ ദേഷ്യം തോന്നുന്നത് അവരെ കുറിച്ചായിരിക്കും കൂടുതൽ സമയം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? ശരിയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളെക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുക നമുക്ക് ദേഷ്യം തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ആളുകളെ കുറിച്ചായിരിക്കും. അപ്പൊ അവിടെയും നമ്മൾ കുടുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ടാണ് രാഗദ്വേഷങ്ങൾ അകന്നു പോകണം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ രാഗദ്വേഷങ്ങൾ അകന്നു പോയാല് ഈ വിഷയങ്ങളോടുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റൂ. അപ്പൊ ആ ഒരു മമത, ആ ഒരു ഇഷ്ടം, അതുകൊണ്ടാണ്, അത് ഉള്ളത് കൊണ്ടാണ് എത്ര നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കിയാലും അത് പോവില്ല. ആ ഇന്ദ്രിയ വിഷയങ്ങള് മനസ്സിൽ നിറഞ്ഞിരിക്കും. മനസ്സിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയാം. അത് മമതയാണ്, അതിനോടുള്ള മമതയാണ്, ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ ആ മമത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ദ്രിയങ്ങളും അടങ്ങാത്തത്. ഏതിനോടെങ്കിലും നമുക്കൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പ്രക്ഷുബ്ധമാവും, അത് അടങ്ങില്ല എന്നുള്ളത്. അപ്പൊ ഒന്നിനോടും ഒരു മമതയില്ലെങ്കിലോ, അതൊന്നും എന്റേതല്ല, ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥ, അത് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം ശാന്തമാവും. ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങും എന്നാണ് പറയുന്നത്. മനസ്സും ശാന്തമാവും, മനസ്സും അടങ്ങും. ഇപ്പോ നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് പരസ്പരം രാഗദ്വേഷങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? കാരണം പരിചയമില്ല, ആരെയും അറിയില്ല, പരിചയമില്ല. അതുകൊണ്ട് തന്നെ ആരോടും രാഗവുമില്ല, ആരോടും ദ്വേഷവും ഉണ്ടാവില്ല. അതുപോലെ ആയിരിക്കണം ഇന്ദ്രിയങ്ങളോടും ഇന്ദ്രിയ വിഷയങ്ങളോടും നമ്മളുടെ സമീപനം അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾക്ക് ഇന്ദ്രിയങ്ങളോടൊരു മമതയുണ്ട്, ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളോട് നമ്മൾക്കൊരു മമതയുണ്ട്. അപ്പൊ അതിന് ഇല്ലാതാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആയാൽ, അതില്ലാതായാലേ മനസ്സ് ശാന്തമാവുള്ളൂ, അതില്ലാതായാലേ ഇന്ദ്രിയങ്ങളും ശാന്തമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയില് അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവൃത്തിയിൽ അതിനൊന്നും നമ്മൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതായി കഴിഞ്ഞാൽ, അതിനൊന്നും വലിയ താല്പര്യമില്ലാതായി കഴിഞ്ഞാൽ അതൊക്കെ പതുക്കെ പതുക്കെ സെറ്റിൽ ഡൗൺ ആവും, അതെല്ലാം അടങ്ങാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അതിനോട് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തികളുടെ പിന്നാലെ പോകും, അതിന്റെ വിഷയങ്ങളുമായിട്ട് ചേർന്ന് പോകും. അപ്പൊ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ശരീരത്തോടുള്ള അഭിമാനമാണ്. ഞാൻ ശരീരമാണെന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ ശരീരമാണെന്നുള്ളൊരു തോന്നല്. ശരീരമാണെന്നുള്ള വിശ്വാസമാണ് നമ്മൾക്ക്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ്, അല്ലെ? അതൊരു വിശ്വാസം, അതൊരു അഭിമാനമുണ്ട് നമുക്ക്, ഞാൻ ശരീരമാണ്. അപ്പൊ ആ സ്ഥാനത്ത് അതിനെ മാറ്റണം. അതിനെ മാറ്റിയിട്ട് എന്ത് വേണം? ഞാൻ ശരീരമാണ് എന്നുള്ള ആ തോന്നല്, ആ വിശ്വാസം, അതിനെ മാറ്റി ഞാൻ ആത്മാവാണ് എന്ന ബോധം ഉണ്ടാവണം ഉള്ളില് എന്ന്. ആ വിശ്വാസവും ഉള്ളില് ഉറയ്ക്കണം, അതും വളരാൻ തുടങ്ങണം. അത് വളരുമ്പോഴാണ്, അപ്പോഴാണ് നമുക്ക് ഇന്നൊക്കെ പുറത്ത്, ഈ തടസ്സത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശരീരാഭിമാനമാണ് നമ്മൾക്ക്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഭയവും പ്രശ്നവും ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. നേരെ മറിച്ച് ഞാൻ ആത്മാവാണ് എന്നുള്ള വിശ്വാസം അത് ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വളരാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ആത്മാവാണെന്നുള്ള ബോധം ഉള്ളിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭയത്തിന്റെ ആവശ്യമില്ല. പിന്നെ ശരീരത്തോട് മമത ഉണ്ടാവില്ല, ശരീരത്തോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, ശരീരം ഞാനാണെന്നുള്ള തോന്നൽ ഉണ്ടാവില്ല.
അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണ്, നാശമില്ലാത്ത, ഒരിക്കലും നാശമില്ലാത്ത ആത്മാവാണ്. ആ ബോധം ഉള്ളിൽ വളരണം, ആ വിശ്വാസം വളരണം. അത് വളർന്നു കഴിഞ്ഞാൽ എന്താ ഗുണം? കാലം കൊണ്ട് ഈ സംസാരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതൊന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. മനസ്സിലായോ? പക്ഷെ എന്തായാലും മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശരീരാഭിമാനം ഇല്ലാതാവാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ്. ശരീരത്തിനോടുള്ള താല്പര്യം കുറയാൻ തുടങ്ങി അത് വലിയ കാര്യമാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഈ ശരീരത്തിലുള്ള അഭിമാനത്തെ ഇല്ലാതാക്കണം, ശരീരാഭിമാനം ഇല്ലാതാക്കണം, ശരീരം ഞാനാണ് എന്നുള്ള വിശ്വാസം അത് ഇല്ലാതാക്കണം. എന്നിട്ട് എന്ത് വേണം? ഞാന് ഈ ആകാശം, സ്പേസ്, അതിനേക്കാൾ സൂക്ഷ്മമായ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആത്മാവാണെന്ന് വിശ്വസിക്കണം ആദ്യം എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ വിശ്വസിച്ചാൽ മതി. എന്തിനാ നമ്മൾ വിശ്വസിക്കേണ്ടി വരും? നമുക്ക് അറിയാത്ത കാര്യങ്ങളെ വിശ്വസിക്കും. അപ്പൊ ആ അറിവ് ഉള്ളിൽ ഉറയ്ക്കുന്നത് വരെ എന്ത് വേണം? വിശ്വസിക്കുക. ഞാൻ ഇതാണോ? ഞാൻ ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ സ്പേസിനെക്കാട്ടിലും സെറ്റിലാണ്, സൂക്ഷ്മമാണ്. സ്പേസ് നിലനിൽക്കുന്നത് തന്നെ അതിലാണ്. അപ്പോ സ്പേസിനേക്കാൾ എന്താണ് സ്പേസ് എന്ന് പറയാനുള്ള കാരണം? സ്പേസിനെ കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് നമ്മൾക്ക്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും സ്പേസ് എന്താണെന്ന് ഏതാണ്ട് ഒരു ഐഡിയ നമ്മൾക്ക്. അത് സൂക്ഷ്മമാണെന്ന് അറിയാം, അതിനെ കാണാൻ പറ്റില്ല എന്നറിയാം, അതിനെ തൊടാൻ പറ്റില്ല എന്നറിയാം. സ്പേസിനെ നമുക്ക് തൊടാൻ പറ്റില്ലല്ലോ, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനേക്കാൾ സൂക്ഷ്മമായ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന് വിശ്വസിക്കണം. അത് ആ അഭിമാനം വളർത്തണം. ആത്മാഭിമാനം എന്ന് പറയുക അതാണ്. ഞാൻ ആത്മാവാണ് എന്നുള്ള അഭിമാനമാണ് വളർത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആത്മാഭിമാനം വളർന്നാലുള്ള ഗുണം എന്താ? പിന്നീട് ഒരിക്കലും ആ വ്യക്തിക്ക് ഇവിടെ ജനിക്കേണ്ടി വരില്ല, ഈ സംസാരത്തിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ അഭിമാനമാണ് നമ്മൾ വളർത്തേണ്ടത്. ഇപ്പൊ ശരീരാഭിമാനമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുഃഖവും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്, രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ അഭിമാനം കൊണ്ടാണ്. നേരെ വെച്ച് ഞാൻ ആത്മാവാണ്, എങ്ങും നിറഞ്ഞിരിക്കുന്ന വളരെ സൂക്ഷ്മമായ ആത്മാവാണ്, ആ ഒരു അഭിമാനം വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാഗദ്വേഷങ്ങളൊക്കെ അകന്നു പോകും. കാരണം അത് തന്നെയാണ് എല്ലായിടത്തും. അതാണ് നേരത്തെ പറഞ്ഞല്ലോ, എല്ലായിടത്തും നിറഞ്ഞ ആത്മാവാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ വേറൊന്നുമില്ല അവിടെ. പിന്നെ രാഗദ്വേഷങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. അപ്പൊ അങ്ങനെ ആത്മാഭിമാനമുള്ള ഒരാൾ, ആത്മാഭിമാനിയായിട്ടുള്ള ഒരാള് പിന്നീട് ഒരിക്കലും ഈ സംസാരത്തിലേക്ക് ഇറങ്ങി വരില്ല എന്നാണ്. ഇപ്പോ സൂര്യന്റെ രശ്മികൾ അല്ലെങ്കിൽ സൂര്യ വെളിച്ചം, സൂര്യന്റെ ചൈതന്യം എങ്ങനെയാണ് ഇപ്പൊ വെള്ളത്തിനകത്തുണ്ട് പുറത്ത് എല്ലായിടത്തും ഒരേപോലെ വ്യാപിച്ചിരിക്കുന്നുണ്ട് സൂര്യന്റെ വെളിച്ചം. അതേപോലെ തന്നെ ആത്മാവ് എല്ലായിടത്തും ഒരേപോലെ വ്യാപിച്ചിരിക്കണം, നിറഞ്ഞിരിക്കണം എല്ലായിടത്തും. പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ ആഭരണങ്ങള്, പലതരത്തിലുള്ള ആഭരണങ്ങളുണ്ട്. വള അല്ലെ, അതുപോലെ കാതിലേക്ക്, മൂക്കിലേക്ക്, കഴുത്തിലേക്ക്, പല ആഭരണങ്ങളുണ്ടല്ലോ. ഇതൊക്കെ പലതരത്തിലുള്ള ആഭരണങ്ങളാണെന്ന് തോന്നുന്നെങ്കിൽ അതിന്റെ നാമരൂപങ്ങളൊക്കെ വേറെ വേറെ ആണെങ്കിലും സ്വർണത്തിന് മാറ്റമൊന്നുമില്ല. ഒരേ സ്വർണം തന്നെയാണ് ഇങ്ങനെ പല ആഭരണങ്ങളായി മാറിയിരിക്കുന്നത്. അപ്പൊ സ്വർണത്തെ പല ആഭരണങ്ങളായി കണ്ടതുകൊണ്ട് സ്വർണത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ശരിയല്ല? അതേപോലെ ഈ ജഗത്തായി കാണുന്നത് കൊണ്ടും ജഗത്ത് എന്ന സങ്കല്പം കൊണ്ടും ആത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അതിനൊന്നും ബാധിക്കുന്നില്ല. ചുറ്റുമുള്ള ഒന്നും അതിനെ ബാധിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. യഥാർത്ഥത്തിൽ ചുറ്റുമൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. അതേപോലെ ഈ ഒരു വിചാരമാണ് ഉറപ്പിക്കേണ്ടത്. എന്താണ്? ഞാൻ ആത്മാവ് തന്നെയാണ്, ഞാൻ ആത്മാവ് തന്നെയാണ്, ആത്മാവ് ഞാൻ തന്നെയാണ്. അപ്പൊ എന്നിൽ നിന്ന് വേറെയായിട്ട് അല്ല, ആത്മാവ് വേറെയായിട്ടില്ല. അതുകൊണ്ട് ആത്മതത്വത്തെ അറിയാൻ ഞാൻ വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? വേറെ ദൂരത്ത് എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ആത്മാവ് എന്ന് അറിയാൻ? ഉണ്ടോ? ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം എന്താ? ഞാൻ അത് തന്നെയാണ്. എന്നിൽ നിന്ന് വേറെയാണെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. നേരെ വെച്ച് ഇത് ഞാൻ തന്നെ ആയതുകൊണ്ട്, എന്നിൽ നിന്ന് വേറെ അല്ലാത്തതുകൊണ്ട് ഈ ആത്മതത്വത്തെ വേറെ എവിടെയും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒഴികെ, ഞാൻ അല്ലാതെ ബാക്കിയെല്ലാം അനാത്മാവാണ്, അതൊന്നും ആത്മാവല്ല. അപ്പൊ ഈ അനാത്മാവിനെയാണ് വിഷയങ്ങള് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അത് ആത്മാവല്ല. ആത്മാവില് തോന്നപ്പെടുന്ന ചില
ഭ്രമം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആത്മാന്വേഷണം എന്ന് പറയുന്നത് പുറമെ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ ഇടയിൽ എത്ര കാലം നമ്മൾ അന്വേഷിച്ചാലും നമ്മൾക്കതിനെ കണ്ടുകിട്ടാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞ വിഷയത്തിന് അതീതമാണ്, വിഷയങ്ങൾക്ക് അതീതമാണ് ആത്മാവ്. അതുകൊണ്ട് വിഷയങ്ങളുടെ ഇടയിൽ അതിനെ തെരഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ ആരാണോ ആത്മാവിനെ അന്വേഷിച്ച് നടക്കുന്നത്, അന്വേഷിച്ച് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ആളാരാണോ അയാള് തന്നെയാണ് ആത്മാവ് എന്ന് ബോധിക്കൂ എന്ന് പറയുന്നത്. അത് ഉറപ്പിക്കൂ ഉള്ളില് എന്നാണ് പറയുന്നത്. മനു ഇക്ഷ്വാകുവിനോട് പറയുന്നതാ. നമ്മളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നു അല്ല. ആ അന്വേഷിക്കുന്നത് ആരാണ്, അതാണ് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ആത്മാവിനെ ആത്മാന്വേഷണം നടത്തുന്നു. ആരാണ് ആത്മാവ്, എന്താണ് ആത്മാവ്, അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ആരാണിത് അന്വേഷിക്കുന്നത്? ആ അന്വേഷിക്കുന്ന താൻ തന്നെയാണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു യഥാർത്ഥത്തിൽ. തത്വമസി, ഗുരുവിന്റെ ഉപദേശം. അത് നീ തന്നെയാണ് അല്ല, നീ അന്വേഷിക്കുന്ന ആ സാധനം നീ തന്നെയാണ്. അത് ബോധിക്കൂ എന്നാണ് പറയുന്നത്. അത് ഞാൻ തന്നെയാണ് ആത്മാവ് എന്ന് ബോധിക്കൂ എന്ന് പറയാൻ ശ്വാകുവിനോട്. അപ്പോ എല്ലാറ്റിനെയും അറിയുന്ന, എല്ലാറ്റിന്റെയും ദ്രഷ്ടാവായ താനായിരിക്കുന്ന ആത്മാവാണ്. അപ്പൊ താനായിരിക്കുന്ന ഇതെല്ലാം അറിയുന്നത് ഞാനാണ്. ആരാണ് ഇതെല്ലാം അറിയുന്നത്? ഇത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ അനുഭവം എല്ലാം ഉണ്ടാവുന്നത് ആർക്കാണ്? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് താനായിരിക്കുന്ന ആത്മാവാണ്. അപ്പൊ താനായിരിക്കുന്ന ആ ആത്മാവിനെ മറ്റുള്ള പദാർത്ഥങ്ങളുടെ ഇടയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. പുറമെ അന്വേഷിച്ച് എവിടെ കിട്ടും? കാരണം താൻ തന്നെയാണ്, അന്വേഷിക്കുന്ന ആള് തന്നെയാണ് അത്. അപ്പൊ പുറമെ അന്വേഷിച്ചാൽ എവിടുന്നാണ് അതിനെ കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അല്ലെ, പിടികിട്ടുന്നുണ്ടോ? ഇപ്പോ വെള്ളം ഒരു ജലാശയത്തില്, ആ വെള്ളം ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ, ആ ചലിക്കുമ്പോഴാണ് വെള്ളത്തിന് രൂപം മാറുന്നത്. ചലിക്കുമ്പോൾ വെള്ളം തന്നെ തിരമാലകളായി മാറുന്നു, ബബിൾസ് ആയി മാറുന്നു, കുമിളകളായി മാറുന്നു അല്ലെ. അങ്ങനെയുള്ള രൂപം മാറുന്നുണ്ട് വെള്ളത്തിന്. അപ്പൊ രൂപം മാറി, അതിന്റെ പേരും മാറി. വെള്ളം തന്നെ വേറൊരു ഷേപ്പ് വന്നപ്പോ തിരമാല എന്നുള്ള പേര് വന്നു, തിരമാലയുടെ രൂപം വന്നു. പിന്നെ ആ വെള്ളം തന്നെ ഒന്ന് ചലിച്ചപ്പോ അതൊരു കുമിളയായി മാറി, അതിനൊരു പേര് കുമിള, അതിനൊരു രൂപവും വന്നു. അത്രേ ഉള്ളൂ. പക്ഷെ അത് വെള്ളം തന്നെയാണ്. അതേപോലെ തന്നെ ആത്മാവ് സങ്കല്പം കൊണ്ട് പലതായി തീരുകയാണ് എന്ന് പറയാം. അങ്ങനെ പലതായിട്ട് തോന്നപ്പെടുന്ന ആ ഒരേ ഒരു വസ്തു ആത്മസ്വരൂപത്തിനെ തന്നെയാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഗത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരെയാണ്, എന്തിനെയാണ്? ആത്മാവിനെയാണ്. ആത്മസ്വരൂപം തന്നെയാണ് ജഗത്തായിട്ട് പരിണമിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അല്ലാതെ ഈ ജഗത്ത്, ഈ ലോകം എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊരു പദാർത്ഥം എവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പക്ഷെ തുടക്കത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇതിങ്ങനെ കുറെ നമ്മൾ കേട്ടപ്പോ ഇപ്പൊ നമുക്ക് കുറേശ്ശെ ഉള്ളിൽ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇത് ശരിയാണ് എന്നൊരു തോന്നലെങ്കിലും വരുന്നുണ്ട്. നമ്മൾക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും ശരിയാണോ അല്ലെ, ഇത് ശരിയാവാൻ വഴിയുണ്ട് എന്നൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ഉണർന്നു വരുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വസ്തുവേ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ, ഈ ജഗത്തിന്റെ ബാധ നമ്മളെ വിട്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിലുണ്ടായ സങ്കല്പമാണ് ഈ ജഗത്ത് എന്ന് പറഞ്ഞു. ആ സങ്കല്പം എന്ന ദോഷത്തെ നീക്കിയാൽ മതി. അപ്പൊ ആ സങ്കല്പം എവിടുന്ന് ഉണ്ടാവുന്ന? ആത്മാവിൽ നിന്നുണ്ടായ മനസ്സിലാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ആ സങ്കല്പം ഉണ്ടാക്കുന്ന ആ ചിത്തത്തെ, ആ മനസ്സിനെ ആത്മാവിനോട് ചേർത്ത് വെക്കൂ. മനസ്സിനെ ആത്മാവുമായി ലയിപ്പിക്കൂ. മനസ്സ് ആത്മാവുമായി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ ബാധ ഉണ്ടാവില്ല. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികള് എന്താണ് പലതരത്തിലുള്ള കളികളൊക്കെ കളിക്കാറുണ്ട്. അവര് എൻജോയ് ചെയ്യാറുണ്ട് പല കളികളൊക്കെ കളിച്ചിട്ട്. അതേപോലെ തന്നെ ആത്മാവ് ചലനം കൊണ്ട്, സ്പന്ദനം കൊണ്ട് പല രൂപങ്ങളായി തീർന്ന് എൻജോയ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ഫൺ. അതൊരു രസമാണ്, ഒരു തമാശയാണ്, വിനോദമാണ് എന്ന് പറയാം. ഒരു രസം, അത്രേ ഉള്ളൂ. എന്തിനാ അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഒന്നുമില്ല. ഒരു രസം.
ഒരു രസം അത്രേ ഉള്ളൂ, അത്രേ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ സമുദ്രത്തിലെ തിരകൾ ഉണ്ടാവുന്നുണ്ട്, അത് നിലനിൽക്കുന്നു, അത് ലയിച്ചു പോരുന്നു. അതൊക്കെ എവിടെയാണ്? സമുദ്രത്തിൽ തന്നെ. സമുദ്രത്തിലാണ്, സമുദ്രജലം തന്നെയാണ് തിരമാലകളായി മാറുന്നത്. ജലത്തിൽ തന്നെയാണ് അത് നിലനിൽക്കുന്നത്, ജലത്തിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നു. അതേപോലെ ഈ ജഗത്ത് ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും ഒക്കെ ആ ഒരു വസ്തുവിലാണ്, ആത്മാവിലാണ് എന്നാണ് പറയുന്നത്. എല്ലാം ആത്മാവിലാണ്. ഇപ്പോ എന്താണ് സൂര്യൻ, ചന്ദ്രൻ, അല്ല, ഇതൊക്കെ അതിനൊക്കെ പ്രകാശം കാണുന്നുണ്ട് നമ്മള്. അപ്പൊ അതിന്റെ സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ആത്മാവില് സ്വാഭാവികമായിട്ട് ഈ സങ്കല്പങ്ങൾ വന്ന് ജഗത്ത് ഉള്ളതായിട്ട് തോന്നുകയാണ്, ഉള്ളതായിട്ട് തീരുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അങ്ങനെ യഥാർത്ഥത്തിൽ ഇല്ലാത്തതായ എന്നാൽ ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ സംസാരം അല്ലെങ്കിൽ ഈ ജഗത്ത് കൊണ്ട് ആർക്കാണ് കഷ്ടപ്പാടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞാനികൾക്ക്, മൂഢന്മാർക്ക്, ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കാണ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ. നേരെ മറിച്ച് ജ്ഞാനികളെ സംബന്ധിച്ച്, വിവേകികൾക്ക് ഈ ജഗത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇവിടെ ഉള്ളത്, വസ്തു എന്ന് പറയുന്നത് ആത്മതത്വമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകം നിലനിൽക്കണമെന്നും ആഗ്രഹമില്ല, നശിക്കണമെന്നും ആഗ്രഹമില്ല, നശിക്കരുത് എന്നും ആഗ്രഹമില്ല. രണ്ടും ഇല്ല എന്നാണ്. ഇത് നിലനിൽക്കണമെന്നില്ല, നശിക്കണമെന്നും ഉണ്ടാവില്ല. അപ്പോ ഈ എന്താണ് മായാശക്തി, ആത്മാവിൽ തന്നെയുള്ള മായാശക്തി, അതാണ് ഈ വിശ്വത്തെ മുഴുവൻ ഉണ്ടാക്കി കാണിച്ച് ഇതിനെ മുഴുവൻ മോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ മായാശക്തി. അത് അങ്ങേയറ്റം ആശ്ചര്യകരമാണ് എന്ന് പറയുകയാണ് ഇവിടെ. അങ്ങേയറ്റം ആശ്ചര്യകരമാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് ആശ്ചര്യം എന്ന് പറയാനുള്ള കാരണം, മായാശക്തി ആശ്ചര്യമാണെന്ന് പറയാനുള്ള കാരണം, ഇപ്പോ ആത്മാവ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണെന്ന് നേരത്തെ പറഞ്ഞു അല്ലെ? എല്ലായിടവും നിറഞ്ഞു, അതില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. പക്ഷെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അതിനെ ആർക്കും അറിയാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ആശ്ചര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് മായാശക്തി, അതിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. അപ്പൊ ഈ മായാശക്തി അങ്ങേയറ്റം ആശ്ചര്യമാണ്. യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുവിനെ കാണുന്നില്ല, അറിയണില്ല, അതുണ്ടെന്ന് തന്നെ അറിയണില്ല. അതിന്റെ സ്ഥാനത്ത് വേറെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനേക്കാൾ വലിയൊരു ആശ്ചര്യം വേറെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത സെഷനിൽ നാളെ നമ്മൾക്ക് നോക്കാം. ജഗത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, ആത്മാവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ക്ഷാഗുവിനെ പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത സെഷനിൽ നാളെ. ഓക്കെ, റൈറ്റ്. കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം പുറത്തേക്ക് ഇടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കൂ. ചിന്തകളൊന്നുമില്ലെങ്കിൽ ചിന്തകളില്ലാത്ത നിശ്ചലമായ അവസ്ഥ ഉള്ളിൽ അനുഭവിക്കും. Be with the stillness deep inside. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവൗമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ
സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.